ഇന്നാണ് എന്റെ അപ്പൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായത്. അവൻ എന്താ പറഞ്ഞത്? അന്ന് പറയുകയാണ്, ദാവീദ് പുത്രൻ ഹോശാന, ദാവീദ് പുത്രൻ ഹോശാന, ദാവീദ് പുത്രൻ ഹോശാന എന്ന് പറഞ്ഞപ്പോൾ കഴുത വിചാരിച്ചു അവന്റെ അപ്പന്റെ പേര് ദാവീദാണ് എന്ന് പറയുന്നത് പോലെ തന്റെ പുറത്തിരിക്കുന്നവനാണ് തനിക്ക് മാനം കൊണ്ടുവന്നതെന്ന് അവൻ മനസ്സിലാക്കിയില്ല. നാമും കർത്താവിനോടൊപ്പം സഞ്ചരിക്കുകയാണ്. വിദേശ നാട്ടിൽ വന്ന് ജീവിച്ച ഒരു അപ്പൻ തന്റെ കുഞ്ഞിനെയും കൊണ്ട് എല്ലാ ദിവസവും ഒരു പൂന്തോട്ടത്തിൽ പോകും. അവിടെ ചെന്നപ്പോൾ കുതിരപ്പുറത്തിരിക്കുന്ന നെപ്പോളിയന്റെ പ്രതിമ കാണിക്കും. അത് നെപ്പോളിയനാണെന്ന് പറയും. ആ അപ്പച്ചൻ വർഷങ്ങൾ 10-12 വർഷങ്ങൾ അവിടെ പ്രവർത്തിച്ച ശേഷം നാട്ടിലേക്ക് പോയപ്പോൾ ഈ കുട്ടി പറഞ്ഞു, അപ്പച്ച എന്നും എന്നെ പൂന്തോട്ടത്തിൽ കൊണ്ടുപോകുമായിരുന്നല്ലോ, അവസാനമായി ഇന്നും കൂടി കൊണ്ടുപോകാമോ? കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് തോട്ടത്തിൽ ചെന്ന അപ്പച്ചനോട് അവൻ ചോദിക്കുകയാണ്, അപ്പച്ച ആ നെപ്പോളിയന്റെ പുറത്തിരിക്കുന്നത് ആരാണ് എന്ന്. അവൻ അന്ന് വരെ മനസ്സിലാക്കിയത് ഈ കുതിരയാണ് നെപ്പോളിയനായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറേയധികം ആളുകൾ ട്രെയിനിൽ കയറി പോകുമ്പോൾ ഒരു മനുഷ്യൻ, ചെറുപ്പക്കാരൻ ഒപ്പം ഇരിക്കുന്ന ആളുകളോട് പറഞ്ഞു, മഹാത്മാഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര ഉചിതമായ പ്രവർത്തനങ്ങളാണ് നിർവഹിക്കുന്നത്, മഹാത്മാഗാന്ധി ആരാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പടുവൃദ്ധൻ അതിനിടയിൽ നിന്ന് ചെറുപ്പക്കാരനോട് ചോദിച്ചു, മഹാത്മാഗാന്ധിയെ നീ കണ്ടിട്ടുള്ളൂ? വയസ്സന്മാരെ സംസാരിക്കുന്നത് ചെറുപ്പക്കാർക്ക് താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവനത് ശ്രദ്ധിച്ചില്ല. റെയിൽവേ സ്റ്റേഷൻ അടുത്തെത്തിയപ്പോൾ ഈ വൃദ്ധൻ അവിടെ ഇറങ്ങി. അല്പം കഴിഞ്ഞ് ട്രെയിൻ മുന്നോട്ട് നീങ്ങുമ്പോൾ ജാലകപ്പടിയിലൂടെ അവൻ നോക്കി. അവിടെ ഒരു വലിയ ഘോഷം കേൾക്കാം, മഹാത്മാഗാന്ധി ജയിക്കട്ടെ, മഹാത്മാഗാന്ധി ജയിക്കട്ടെ. അല്പം മുമ്പ് കണ്ട വൃദ്ധനെ തോളിലെത്തിക്കൊണ്ട് ആളുകൾ അങ്ങനെ ആരവം മുഴക്കുകയാണ്. അവൻ വലിയ കുടിതം തോന്നി. എന്റെ ഒപ്പമുണ്ടായിരുന്ന ഗാന്ധിജിയെ, എനിക്ക് ആരാധ്യനായിരുന്ന ഗാന്ധിജി ഒപ്പമുണ്ടായിരുന്നില്ല, എനിക്ക് അറിയാൻ കഴിഞ്ഞില്ലല്ലോ. ദൈവ സാന്നിധ്യം നമുക്ക് അറിയുന്നില്ല എങ്കിൽ ആരാധന കൊണ്ട് എന്താർത്ഥമുണ്ട് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. പ്രിയരെ, നമുക്ക് കിട്ടിയിരുന്ന ജീവൻ എങ്ങനെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്? ആരൊരാൾ സ്വജീവനെ രക്ഷിക്കാൻ പണിപ്പെടും, ആ തിരുമണ്ഡനത് കളഞ്ഞ് കുളിക്കുന്നു. ആരൊരാൾ അങ്ങേ പ്രതി തന്നുയിരുപേക്ഷിക്കും, ആയവനെന്നേക്കുമായി അത് രക്ഷിച്ചിടും. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവാനുരൂപികളായി ജീവനെ രക്ഷിക്കുവാൻ, ഈ ലോക ജീവനെ നഷ്ടപ്പെടുത്തി ദൈവിക ജീവനെ സ്ഥാപിക്കുവാൻ നമുക്ക് ഓരോരുത്തരും പ്രാർത്ഥിച്ചു.